ഓർമ്മയില്ലെങ്കിലും സ്നേഹം മറക്കില്ല. വൃദ്ധൻ ഹോസ്പിറ്റലിൽ അല്പം അശാന്തനായി നേഴ്സിനോട് പറഞ്ഞു. മോളെ, എനിക്ക് ഡോക്ടറെ ഒന്ന് വിളിച്ചുതരാമോ? നേഴ്സ് അലസതയോടെ ഇവിടെ കാത്തിരിക്കണം. അല്പം കഴിഞ്ഞ് ഡോക്ടർ എത്തി. വൃദ്ധൻ വാതിലിന്റെ അടുക്കൽ നിന്ന് അപേക്ഷിച്ചു. ഡോക്ടറെ, മാപ്പ് തരണം. എനിക്ക് അല്പം തിരക്കുണ്ട്, ദയവായി അകത്തേക്ക് വിളിക്കാമോ? നേഴ്സിന്റെ സമ്മതമില്ലാതെയും ഡോക്ടർ ദയനിർഭരമായി വിളിച്ചു. പരിശോധനയിലായി. ചെറിയൊരു വീഴ്ചയായിരുന്നു. പൊട്ടിപ്പോയ രക്തം കഴുകി മുറിവിൽ സ്റ്റിച്ച് ഇട്ട് ഡോക്ടർ ചോദിച്ചു. ഇത്രയും വേഗം പോകേണ്ടത് എന്തിനാണ്? ഭാര്യയ്ക്ക് ഭക്ഷണ സമയം, ഞാൻ അവളോടൊപ്പം ഇരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഭാര്യയുടെ ആരോഗ്യനില, അൾഷിമേഴ്സ്. 5 വർഷമായി എന്നെ തിരിച്ചറിയുന്നില്ല. ഡോക്ടർ അമ്പരന്ന് ചോദിച്ചു. അവൾ നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ലെങ്കിൽ വാക്ക് പാലിക്കേണ്ടതെന്തിനാണ്? വൃദ്ധൻ മെല്ലെ ചിരിച്ചു. വാക്ക് കൊടുത്തത് ഞാൻ തന്നെ അല്ലേ ഡോക്ടറെ? അവൾ എന്നെ ഓർക്കുന്നില്ലെന്നാൽ ഞാൻ അവളെ മറക്കണമെന്നല്ല. അവൾക്ക് സുഖമായിരുന്ന സമയം എനിക്ക് സന്തോഷം നൽകിയ പോലെ ഇന്നു ഞാൻ തന്നെ ആ വാക്ക് പാലിക്കണം. അവളെ തിരിച്ചറിയുന്നത് അവൾക്കല്ല, എനിക്കാണ്.